സിറാലിയോണിലെ ഒരു ലോക്കൽ മാർക്കറ്റിൽ കൂടെ പോയപ്പോൾ കണ്ട കാഴ്ച, അരിപ്പൊടി നമ്മൾ പുട്ടിന് നനയ്ക്കത്തില്ലേ, അതുപോലെ ഒരു ചേച്ചി അവിടെ ഇരുന്ന് അരിപ്പൊടി നനയ്ക്കുന്നേ. സിറാലിയോൻകാരും ഇനി പുട്ടുണ്ടാക്കും, എന്നാ അവര് പുട്ടുണ്ടാക്കുന്നൊന്ന് കണ്ടിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അവിടെ നമ്മൾ പുട്ടിന് നനയ്ക്കുന്ന പോലെ തന്നെ ചേച്ചി അവിടെ ഇരുന്ന് നന്നായിട്ട് നനയ്ക്കുന്നു. ഇതിപ്പോ ചേച്ചി പുട്ടിന് നനയ്ക്കുന്നത് ഞാൻ പുട്ടിന് നനയ്ക്കുന്ന പോലാണല്ലോ, എല്ലാം ഉണ്ട കെട്ടി പോവുക. പിന്നീടാണ് മനസ്സിലായി ചേച്ചി അത് നനച്ച് ചെറിയ ചെറിയ ഉണ്ടകളാക്കി മാറ്റുവാന്ന്. ദേ കണ്ടോ, എല്ലാം ഒരു ചെറിയ കടലയുടെ വലിപ്പത്തിൽ ഉണ്ടകളാക്കി ഇതാ ഉണക്കാൻ വെച്ചേക്കുന്നു. ദേ കണ്ടോ, ആദ്യം ചേച്ചി നനച്ച് ഉണക്കാൻ വെച്ചിരുന്നതേ നന്നായിട്ട് നമ്മുടെ ജോഷുവയുടെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടു. ഇത് കണ്ടപ്പോ ഞാൻ ആദ്യം കരുതിയത് ഇനി ഇവർക്ക് പുട്ടുകുറ്റി ഇല്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റിക്കിലാണ് പുട്ടുണ്ടാക്കുന്നതെന്ന്. പിന്നെയാണ് സംഭവം മനസ്സിലായത്. ഇതാണ് നമ്മുടെ സിറാലിയോൻകാരുടെ റൈസ് പാപ്പ്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തൊന്ന് ചൂടാക്കി നേരത്തെ നമ്മൾ ആ ഉണക്കാൻ വെച്ചിരുന്ന ആ ചെറിയ ഉണ്ടകളായിട്ടുള്ള അരിപ്പൊടി ഇല്ലേ, അതും കൂടെ അങ്ങോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് കുറുകി വരുമ്പോഴത്തേനും കുറച്ച് നാരങ്ങ നീരും കുറച്ച് പഞ്ചസാരയും കൂടി ഇടും. ഇതാണ് ഇവരുടെ റൈസ് പാപ്പ്. ഇവരുടെ ഒരു 5 ലിയോൺ കൊടുക്കുമ്പോൾ ദാ ഈ ഒരു പ്ലാസ്റ്റിക്കിനകത്ത് നിറയെ റൈസ് പാപ്പ് കിട്ടും. അതായത് നമ്മുടെ നാട്ടിൽ ഒരു 15-20 രൂപയോളം. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ അരിപ്പൊടി ഉണ്ടയാക്കി സമയം കളയുന്നത്, വെറുതെ കുറുക്കി അങ്ങ് കുടിച്ചാൽ പോരെ? അപ്പൊ പുള്ളി പറയാ, ഇടയ്ക്കൊന്ന് ചവയ്ക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടയാക്കി കുറുക്കിയാലേ പറ്റത്തുള്ളൂ. ഏതായാലും പുതിയൊരു ആഫ്രിക്കൻ വിശേഷമായി വീണ്ടും കാണാം.